Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ടോപ്പിക്കിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രീവിയസ് വീഡിയോയിൽ. സോ ലെറ്റ് us start. ഫസ്റ്റ് ടോപ്പിക് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. Any equation of the form ax plus by plus c is equal to 0 where a and b are not 0 simultaneously is called general equation of a line. അപ്പോൾ ഇതാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. An equation of the form ax plus by plus c is equal to 0. Okay, ഇതാണ് ജനറൽ ഇക്വേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. a b c ആണ് ഇവിടെ കോഎഫിഷ്യൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ a and b എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ്ലി എന്തായാലും 0 അല്ല. ഓക്കെ, സൈമൾട്ടേനിയസ്ലി പറഞ്ഞാൽ at the same time രണ്ടും at a time 0 അല്ല. This is called the general equation of a line. ax plus by plus c equal to 0. ഇനി if ax plus by plus c is equal to 0 be a given line, then any line parallel to it is given by ax plus by plus k is equal to 0. ഇപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ax plus by plus c equal to 0 ആണെന്ന്. ഈ ജനറൽ ഇക്വേഷൻ അതായത് ഈ ലൈനിന് പാരലൽ ആയിട്ട് വേറൊരു ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ax plus by plus k, c ക്ക് പകരം k. ഓക്കെ, ആ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എയും ബിയും എല്ലാം സെയിം. ഇപ്പോൾ ax plus by plus k is equal to 0 ഇങ്ങനെയായിരിക്കും വരിക. ഇനി വേറൊരു ലൈൻ അതായത് എനി ലൈൻ പെർപെൻഡിക്കുലർ ടു ഇറ്റ് അതായത് ax plus by plus c is equal to 0 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ കേസ് വന്നാൽ വേറൊരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? bx minus ay plus k is equal to 0. k എന്ന് പറയുന്നത് നോർമലി നമ്മൾ ആർബിട്രറി കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ c ആണ് നമ്മുടെ ആക്ച്വൽ ലൈനിന്റെ ഇക്വേഷൻ. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ പാരലൽ ലൈൻ വേറൊരു ലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരാം? ax plus by plus k equal to 0. എയും ബിയും സെയിം ആ എക്സിന്റെ വൈയുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരും. പക്ഷേ c ക്ക് പകരം k വേറൊരു വാല്യൂ ആണ് വരും. ഇനിയിപ്പോൾ നെക്സ്റ്റ് വേറൊരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇക്വേഷൻ വരിക? bx minus ay. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ബിയും എയും നമ്മൾ ജസ്റ്റ് ഓർഡർ ചേഞ്ച് ചെയ്തു, ജസ്റ്റ് റിവേഴ്സ് ചെയ്തു. എക്സിന്റെ വൈയുടെ കോഎഫിഷ്യൻസ് റിവേഴ്സ് ചെയ്തു. അത് മാത്രമല്ല വൈയുടെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് മൈനസ് എ ആയിട്ടാണ് വന്നിരിക്കുന്നത്, അത് ശ്രദ്ധിക്കണം. പ്ലസ് k is equal to 0. Next, the lines a1x plus b1y plus c1 equal to 0 and a2x plus b2y plus c2 equal to 0 are. അപ്പോൾ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ ജനറൽ ഇക്വേഷൻസ് തന്നിരിക്കുന്നത് എങ്ങനെയാ? a1x plus b1y plus c1 equal to 0, a2x plus b2y plus c2 equal to 0. ഇങ്ങനെ രണ്ട് ലൈൻസ് ഉണ്ട്. They are parallel. ഇനി ഈ രണ്ട് ലൈൻസും പാരലൽ ആവുന്നത് എപ്പോഴാണ്? If a1 by a2 is equal to b1 by b2. കറക്റ്റ് ആ എക്സിന്റെ കോഎഫിഷ്യൻസിന്റെ റേഷ്യോ ഈക്വൽ ടു വൈയുടെ കോഎഫിഷ്യൻസിന്റെ റേഷ്യോ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു, അത് ശ്രദ്ധിക്കണം, ബട്ട് നോട്ട് ഈക്വൽ ടു c1 by c2. ക്ലിയർ ആയല്ലോ? നോട്ട് ഈക്വൽ ടു c1 by c2. അപ്പോൾ a1 by a2 will be equal to b1 by b2 but not equal to c1 by c2. ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. ഇനി നെക്സ്റ്റ് കോഇൻസിഡന്റ്, അതായത് കോഇൻസിഡന്റ് ആണെങ്കിൽ എപ്പോഴാണ്? ഇഫ് a1 by a2 is equal to b1 by b2 is equal to c1 by c2. അത് ക്ലിയർ ആണ് അല്ലെ? ഈ എല്ലാം കോഎഫിഷ്യന്റ് റേഷ്യോസും എല്ലാം ഈക്വൽ ആണെങ്കിൽ that means what? Both the lines are coincident. Okay. Next, transformation of ax plus by plus c is equal to 0. അതായത് നമ്മൾ ഇപ്പോൾ ഈ ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ജനറൽ ഇക്വേഷന്റെ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ എന്താ? ചേഞ്ച് ആണ് അല്ലെ? അപ്പോൾ അത് ഓരോ കോൺസെപ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരുന്നു, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഒക്കെ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ കേസസിലും എങ്ങനെയാണ് ഈ ജനറൽ ഇക്വേഷൻ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് വരുന്നത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. ഇപ്പോൾ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ax plus by plus c equal to 0. സ്മോൾ ലെറ്റർ ആണെങ്കിലും സെയിം കേട്ടോ, ax plus by plus c equal to 0 ആണ് ജനറൽ ഇക്വേഷൻ. Now this can be written as y is equal to mx plus c. അതായത് നമ്മൾ ഈ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് എഴുതാൻ പോവാണ്. ഓക്കെ, ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷൻ y is equal to mx plus c എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കണം. സോ ദാറ്റ് മീൻസ് വൈയുടെ കോഎഫിഷ്യൻ 1 ആയിരിക്കണം, അത് LHSലായിരിക്കണം, ബാക്കി എല്ലാം RHSലും. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ by is equal to minus ax minus c എന്ന് എഴുതി കൂടെ ഈ ഒരു ഇക്വേഷന് അല്ലെ? എന്നിട്ട് b എന്ന് പറയുന്ന ടേമിനെ RHSൽ കൊണ്ടുപോകും. സോ y is equal to minus a by b. ഓരോ ടേംസിന് ഡിവൈഡ് ബൈ b കൊടുക്കണം. into x minus c by b ഇങ്ങനെയാണ് കിട്ടുക. ശരിയല്ലേ? ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ മെൻഷൻ ചെയ്തെന്നുള്ളൂ, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ y is equal to നമുക്ക് എന്താ കിട്ടിയത്? minus a by b into x.
മൈനസ് എ ബൈ ബി ഇൻറ്റു എക്സ് മൈനസ് സി ബൈ ബി. ക്ലിയർ ആയല്ലോ? അതായത് പ്ലസ് മൈനസ് സി ബൈ ബി. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. വേർ ബി നോട്ട് ഇക്വൾ ടു 0, കാരണം ബി ഡിനോമിനേറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ബി മസ്റ്റ് നോട്ട് ബി ഇക്വൾ ടു 0. അപ്പോൾ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്തു. അപ്പോൾ ദിസ് ഈസ് ഓഫ് ദ ഫോം y is equal to mx plus c. അതായത് ശരിക്കും പറഞ്ഞാൽ y is equal to mx plus c എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഫോമിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷനെ ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് y is equal to mx plus c സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിനായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? തന്നിരിക്കുന്ന ഇക്വേഷൻ, ഇപ്പോൾ കിട്ടിയ ഇക്വേഷനും y is equal to mx plus c ആണ്. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് y, LHS രണ്ടും y ആണ്. RHSൽ എക്സിന്റെ കോയിഫിഷ്യൻ ഇവിടെ m ആണ്. നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ മൈനസ് എ ബൈ ബി. സോ നമുക്ക് m ന്റെ വാല്യൂ എന്താ കിട്ടുക? മൈനസ് എ ബൈ ബി. അതേപോലെ ഇനി നെക്സ്റ്റ് കേസ് y ഇന്റർസെപ്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ആ കോൺസ്റ്റന്റ് ടേം കിട്ടുന്നില്ലേ c എന്ന് പറയുന്നത്, അത് ശരിക്കും എന്താ y ഇന്റർസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ വാല്യൂ ഇവിടെ എന്താ കിട്ടുക? മൈനസ് c by b. Okay, so c is equal to small c is equal to minus c by b. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ട പറഞ്ഞിട്ടാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇൻ ഇന്റർസെപ്റ്റ് ഫോം. ഇനി സെക്കൻഡ് കേസ് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ഇതേപോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ തന്നിരിക്കുന്ന ജനറൽ ഇക്വേഷൻ എന്താ? ax plus by plus c equal to 0. അപ്പോൾ അതിൽ നിന്ന് ax plus by is equal to ഈ c നെ RHSൽ കൊണ്ടുപോകാം. സോ മൈനസ് c. ഇനി എന്ത് ചെയ്യണം? ഈ മൈനസ് സി LHSൽ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. സോ ax by minus c plus by by minus c is equal to മൈനസ് സി LHSൽ പോയി. സോ RHSൽ എന്താ ഉള്ളത്? 1. ഓക്കെ, ഇനി ഇവിടെ കോയിഫിഷ്യന്റിലെ എയും ബിയും ഉള്ളത് അത് ഏറ്റവും ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകാം. ക്ലിയർ ആയി? കാരണം എന്താ? ഇപ്പോൾ സപ്പോസ് എ ബൈ ബി ബൈ സി എന്ന് പറയുന്നത് ഇത് ശരിക്കും പറയുന്നത് എ ഇൻറ്റു സി ബൈ ബി ആണ് അല്ലെ. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ. സോ അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഫോമിനെ ഈ പ്രീവിയസ് ഫോമിലേക്ക് ആക്കി, അതായത് എ ബൈ ബി ബൈ സി ആക്കി. സോ എ എക്സ് ബൈ മൈനസ് സിനെ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു, അതായത് എനെ താഴെ കൊണ്ടുപോകാം. സോ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് സി ഓൾറെഡി അവിടെ ഉണ്ട്, ബൈ എ ചെയ്തു. ഓക്കെ, ഇങ്ങനെ എഴുതിക്കൂടെ? സോ ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഫോം എന്ന് പറയുന്നത്. സോ എക്സ് ബൈ മൈനസ് സി ബൈ എ പ്ലസ് അതേപോലെ സെക്കൻഡ് ടേം y ബൈ മൈനസ് സി ബൈ ബി ഇസ് ഈക്വൽ ടു 1. ഇനി ഇത് ഇപ്പോൾ ഏത് ഫോമിലാണ്? ഇന്റർസെപ്റ്റ് ഫോമിലാണ് അല്ലെ. ദിസ് ഇസ് ഓഫ് ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം. അപ്പോൾ നമുക്ക് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ എക്സ് ബൈ എ പ്ലസ് y ബൈ ബി ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. ഇനി നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഈ ഡിനോമിനേറ്റർ ടേമിലെ അതാണ് എ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അത് എക്സ് ഇന്റർസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താ? എക്സ് ബൈ എ ഉദ്ദേശിക്കുന്നത് എക്സിന്റെ ഇന്റർസെപ്റ്റ് ആണ് ആ ഡിനോമിനേറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ എക്സ് ഇന്റർസെപ്റ്റ് എന്ത് കിട്ടി? നമ്മുടെ ഈ ഇക്വേഷനിൽ ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ മൈനസ് സി ബൈ എ. അതേപോലെ y ഇന്റർസെപ്റ്റ് എന്താ കിട്ടുക? again നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ y ഡിനോമിനേറ്റർ ദാറ്റ് ഇസ് മൈനസ് സി ബൈ ബി. നെക്സ്റ്റ് കേസ് ആണ് ഇൻ നോർമൽ ഫോം. നോർമൽ ഫോമിൽ കൂടി എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്ന് നോക്കാം. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്താ? ax plus by plus c is equal to 0. ഇതിൽ ax and by നമ്മൾ LHSൽ കൊണ്ടുപോകാം, RHSൽ കൊണ്ടുപോകാം. സോ വി ഗെറ്റ് മൈനസ് ax മൈനസ് by is equal to c എന്നുള്ളത് അങ്ങനെ തന്നെ. ഓക്കെ, is equal to c. ഇനി ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് c is greater than 0. അങ്ങനെ ഒരു അസംപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകണം. c is greater than 0. ഇനി നോർമൽ ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ കിട്ടണമെങ്കിൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ടേം നമ്മൾ LHS and RHSൽ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഈ കിട്ടിയ ഇക്വേഷനിൽ അതിൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ LHSലും RHSലും ഓരോ ടേംസിലും ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സിന്റെ കോയിഫിഷ്യൻ മൈനസ് എ അല്ലേ. സോ മൈനസ് എ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് ഇനി വൈയുടെ കോയിഫിഷ്യൻ മൈനസ് ബി ആണ്. അപ്പോൾ മൈനസ് ബി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു RHSൽ സി ആണുള്ളത്. അപ്പോൾ സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമുക്കറിയാം നോർമൽ ഫോം എന്ന് പറയുന്നത് എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു പി ആണ്. ഓക്കെ, അപ്പോൾ ഈ പി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് വീഡിയോയിൽ. അതായത് ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഫ്രം ഒറിജിൻ ആണ്, അതാണ് പി എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല ഈ പെർപെൻഡിക്കുലർ നമ്മുടെ ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ, ആ ആംഗിൾ ആണ് എന്ത് പറയുന്നത്? ആൽഫ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ
ഈ നോർമൽ ഫോമിന്റെ ഇക്വേഷൻ എക്സ് കോസ് ആൽഫ പ്ലസ് വൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു പി ആണ്. ഇനി ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പൊ കിട്ടിയ ഇക്വേഷനും നമ്മുടെ നോർമൽ ഫോമിന്റെ ഇക്വേഷനും കമ്പയർ ചെയ്യാം. സോ അതിന്റെ നമുക്ക് കിട്ടുന്നത് എന്താണ്? അതായത് റൈറ്റ് സൈഡിൽ പി അല്ലേ, ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ. അപ്പൊ പിയുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ എന്താ കിട്ടുക? പി ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ. ഒരു ലൈൻ എന്ന് ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. The perpendicular distance d of a line ax plus by plus c is equal to 0 from a point x1, y1 is given by. Okay, അതായത് ഒരു ലൈൻ, അതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ax plus by plus c is equal to 0. ഇനി ഒരു പോയിന്റ് ഉണ്ട് x1, y1. അപ്പോൾ ഈ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് modulus of ax1 plus by1 plus c divided by root of a square plus b square. എന്താണ് d എന്ന് പറയുന്നത്? എന്താ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഓഫ് എ ലൈൻ ax plus by plus c equal to 0 ഫ്രം എ പോയിന്റ് x1, y1. അതിന്റെ ഇക്വേഷൻ ആണ് d is equal to modulus of ax1 plus by1 plus c divided by square root of a square plus b square. Next case, the distance d between two parallel lines y is equal to mx plus c1 and y is equal to mx plus c2. നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് പാരലൽ ലൈൻസിന്റെ കേസിൽ ഇക്വേഷൻസ് എങ്ങനെ വരാം? y is equal to mx, ആ രണ്ട് ടേംസും സെയിം ആയിരിക്കും, പക്ഷെ c1 ഉം c2 ഉം ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആയോ? സോ y is equal to mx plus c1 ഉം y is equal to mx plus c2. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാരലൽ ലൈൻസിന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത് എന്താണ്? d is equal to modulus of c1 minus c2. ഓക്കെ, ഇപ്പോൾ ഇവിടെ y ഇന്റർസെക്ട്സ് ഉണ്ടല്ലോ, c1 ഉം c2 ഉം, അതിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് ദ സ്ലോപ്പ്. m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണല്ലോ, m സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അതായത് മോഡുലസ് ഓഫ് c1 മൈനസ് c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് m സ്ക്വയർ പ്ലസ് 1. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇൻ ടേംസ് ഓഫ് a ആൻഡ് b, അതായത് മോഡുലസ് ഓഫ് d മൈനസ് c ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഓക്കെ, അതായത് m എന്ന് പറയുന്നത് ഇപ്പോൾ സ്ലോപ്പിന്റെ ടേമിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എയുടെയും ബിയുടെയും ടേംസിലാണ് ഇക്വേഷൻ എങ്കിൽ നമുക്ക് ഇത് ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ലാസ്റ്റ് ടോപ്പിക് ആണ് ഇക്വേഷൻ ഓഫ് ഫാമിലി ഓഫ് ലൈൻസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടു ലൈൻസ്. അതായത് രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതിലൂടെ പാസ് ചെയ്യുന്ന ഫാമിലി ഓഫ് ലൈൻസിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇഫ് a1x plus b1y plus c1 is equal to 0 and a2x plus b2y plus c2 equal to 0 are two intersecting lines, then the equation of any line through their intersection is given by a1x plus b1y plus c1 plus k into a2x plus b2y plus c2 equal to 0. where k എന്ന് പറയുന്നത് എന്താ? ആർബിട്രറി കോൺസ്റ്റന്റ്. ഇപ്പൊ ഒന്നുമില്ല, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ആ രണ്ട് ലൈൻസിന്റെയും ഇക്വേഷൻസ് എന്താ? a1x plus b1y plus c1 equal to 0. അതൊരു ലൈൻ്റെ ഇക്വേഷൻ. അതർ ലൈൻ്റെ ഇക്വേഷൻ a2x plus b2y plus c2 equal to 0. ഈ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ലൈനും, അതായത് ഈ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ഏതൊരു ലൈൻ്റെയും ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ a1x plus b1y plus c1 ആ ടേം പ്ലസ് k ഇൻറ്റു k എന്ന് പറയുന്നത് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഇൻറ്റു ആ സെക്കൻഡ് ലൈൻ്റെ ഇക്വേഷൻ a2x plus b2y plus c2 equal to 0. ഓക്കെ, താങ്ക് യു.